ടോപ്പ് ട്യൂഷൻ പാലക്കാട് അവതരിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൽ വരുന്ന 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: മെന്റലി ഫൈൻഡ് ദ പ്രൊഡക്ട്സ് ബിലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്ട്സ് കാണാനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് 71 × 91. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. 71 × 91. അപ്പോൾ നമുക്ക് 71-നെ 70 + 1 എഴുതാം. അതുപോലെ 91-നെ 90 + 1 എഴുതാം. ഇനി 70 × 90 ചെയ്യാം. അതുപോലെ 70 × 1 ചെയ്യാം. അതുപോലെ 1 × 90 ചെയ്യാം. അതുപോലെ 1 × 1 ചെയ്യാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത്. ഈ 70 × 90 പറയുന്നത് 7 × 9 പറയുന്നത് 63 ആണ്. അതിൽ കൂടെ ഈ 2 0 ആഡ് ചെയ്തു, 6300. പിന്നെ ഈ 70-യും 90-യും പറയുന്നത് 160 ആണ് +1. അപ്പോൾ അത് മൊത്തം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 6461 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 42 × 62. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതും ചെയ്യാം. 42-നെ നമുക്ക് 40 + 1 ചെയ്യാം. 40 + 2 ചെയ്യാം. അതുപോലെ 62-നെ 60 + 2 ചെയ്യാം. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 40 × 60 ചെയ്യാം. അതുപോലെ 40 × 2 ചെയ്യാം. 40 × 60 ചെയ്യാം. അതുപോലെ 40 × 2 ചെയ്യാം. അതുപോലെ 2 × 60 ചെയ്യാം. അതുപോലെ 2 × 2 4 ചെയ്യാം. ഇതിനകത്ത് നമ്മൾ 2 × 40-യും 2 × 60-യും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ അതിന് 2 കോമൺ ആയി പുറത്തെടുത്തിട്ട് 40 + 60 എന്ന് എഴുതി. ഇനി 40 × 60 എന്താണ്? 6 × 4 24 ആണ്. അതിൽ കൂടെ ഈ 2 0 കൂടെ ആഡ് ചെയ്താൽ 2400 പ്ലസ് 60 + 40 എന്താണ്? 100. 100 × 2 200 + 4. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2604. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 10 1/2 × 6 1/2. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ആക്കി എഴുതാൻ നോക്കാം. 10 1/2-നെ നമുക്ക് 10 + 1/2 ആക്കാം. അതുപോലെ 6 1/2-നെ 6 + 1/2 ആക്കി എഴുതാം. നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ 10 × 6 എഴുതാം. അതുപോലെ 10 × 1/2. അതുപോലെ 1/2 × 6-ഉം 1/2 × 1/2. ഇപ്പോൾ 1/2 × 1/2 നമുക്ക് 1/4 ആണ് വരുന്നത്. അതുകൊണ്ട് 1/4 എന്ന് എഴുതിയത്. ഇനി 1/2 × 10-ഉം 1/2 × 6-ഉം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ 1/2 കോമൺ ആക്കി എഴുതുകയാണ് 10 + 6 എന്ന് പറയുന്നത്. 10 × 6 എന്താണ്? 60 പ്ലസ് 10 + 6 പറയുന്നത് 16. 16 / 2 പറയുന്നത് 8 + 1/4. അപ്പോൾ 60 + 8 പറയുന്നത് 68. 1/4 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് 9.5 × 3.5 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 9.5 × 3.5-നെ 9 + 0.5 × 3 + 0.5 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 9 × 3 + 9 × 0.5. അതുപോലെ 0.5 × 3 + 0.5 × 0.5. അപ്പോൾ ഇത് നമ്മൾ 0.5 കോമൺ ആയി എടുത്തിട്ട് ബാക്കി 3 + 9 ആണ് കൊടുത്തിരിക്കുന്നത്. 9 × 3 പറയുന്നത് 27. 3 + 9 പറയുന്നത് 12. അതുപോലെ 0.5 × 0.5 പറയുന്നത് 0.25. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് 27. 0.5 × 12 പറയുന്നത് 6 ആണ് പ്ലസ് 0.25. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 33.25 ആണ് കിട്ടുന്നത്. ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് 10 1/4 × 6 1/4. അപ്പോൾ അത് നോക്കാം. 10 1/4-ന് 10 × അത് നമ്മൾ 10 + 1/4 എന്ന് എഴുതാം. അതുപോലെ 6 1/4-ന് 6 + 1/4 എന്ന് എഴുതാം. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 10 × 6 + 1/4 × 10 + 6 + 1/4 × 1/4 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് 60 + 10 + 6 എന്താണ്? 16. 16 / 4 പറയുന്നത് 4 ആണ് പ്ലസ് 1/4 × 1/4 പറയുന്നത് 1/16. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 60 + 4 64 1/16. ക്വസ്റ്റ്യൻ: The product of two numbers is 1400 and their sum is 81. What is the product of the numbers next to each? ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2 നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ
പ്രൊഡക്റ്റ് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ. അത് പറയുന്നത് 1400 ആണ്. ആൻഡ് അതിൻ്റെ സം പറയുമ്പോൾ ആ രണ്ട് നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ അത് വന്നിട്ട് 81 ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പറയുന്നത് 1400 ആണ്. അതിൻ്റെ സം പറയുന്നത് 81. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ നെക്സ്റ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് പറയുന്നത് നമുക്ക് എക്സും വൈയും ആയിട്ടും എടുക്കാം. അപ്പോൾ എക്സ് പറയുന്നത് ഒരു നമ്പറും വൈ പറയുന്നത് മറ്റൊരു നമ്പറായിട്ട് എടുക്കാം. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ, അതായത് എക്സും വൈയും പറയുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1400 ആണ്. അതായത് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 1400. അതുപോലെ തന്നെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 81 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്പർ പറയുന്നത് നമുക്ക് എക്സിൻ്റെ നെക്സ്റ്റ് നമ്പർ പറയുന്നത് x+1 ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ 6ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്താണ് 6+1 അല്ലേ. അതുപോലെ എക്സ് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് നമ്പർ പറയുന്നത് x+1. അപ്പോൾ എക്സിൻ്റെ നെക്സ്റ്റ് നമ്പർ പറയുന്നത് x+1 ആയി എടുത്തു. അതുപോലെ വൈൻ്റെ നെക്സ്റ്റ് നമ്പർ പറയുന്നത് y+1 ആയിട്ട് എടുത്തു. ഇനി ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്ത് ആവും? x+1 ഇൻറ്റു y+1 ആവും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. x+1 ഇൻറ്റു y+1 ആയി. നെക്സ്റ്റ് ഈ എക്സിനെ y+1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് എക്സ് ഇൻറ്റു വൈ xy, എക്സ് ഇൻറ്റു 1 x. അതുപോലെ തന്നെ 1 ഇൻറ്റു വൈ 1 ഇൻറ്റു 1 1. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. അതായത് എക്സ് ഇൻറ്റു y+1 ചെയ്തു, അതുപോലെ 1 ഇൻറ്റു y+1 ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് എക്സ് വൈനെ അങ്ങനെ തന്നെ എഴുതി. ഈ x+y നമ്മളൊന്ന് ബ്രാക്കറ്റിലിട്ടിട്ട് തന്നെ എഴുതി +1. ഇനി ഇതിൽ നിന്ന് നമുക്കറിയാം xy പറയുന്നത് 1400 ആണ്. അതുപോലെ x+y പറയുന്നത് 81 ആണ്. പിന്നെ ഈ പ്ലസ് താഴോട്ട് ഇറക്കിയിട്ടു. അപ്പോൾ 1400 + 81 + 1 ദാറ്റ്സ് ഈക്വൽ ടു 1482. Question: The product of two odd numbers is 621 and their sum is 15. What is the product of the odd numbers next to each? ഇപ്പോൾ രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 621. അതുപോലെ തന്നെ ഈ രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് വന്നിട്ട് 50 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അത് വന്നിട്ട് എക്സും വൈയും ആയിട്ട് നമുക്ക് എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സും വൈൻ്റെയും പ്രൊഡക്റ്റ് പറയുന്നത് 621 തന്നിട്ടുണ്ട്. അതായത് XY ഈക്വൽ ടു 621. അതുപോലെ തന്നെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സം പറയുന്നത് 50 തന്നിട്ടുണ്ട്. അപ്പോൾ x+y ഈക്വൽ ടു 50. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ഓഡ് നമ്പേഴ്സാണ് സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ എക്സിൻ്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ പറയുന്നത് x+2 ആണ്. അതായത് ഇപ്പോൾ 7 പറയുന്ന ഓഡ് നമ്പറിൻ്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ എന്താണ്? 9 ആണ്. അതായത് നമ്മൾ 7+2 ചെയ്തുകൊണ്ടാണ് 9 കിട്ടി. അതേ മെത്തേഡ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ പറയുന്നത് x+2 ആണ്. അതുപോലെ തന്നെ വൈൻ്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ പറയുന്നത് y+2 ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പറയുന്നത് x+2 ഇൻറ്റു y+2. അപ്പോൾ നമ്മൾ എക്സിനെ ഈ y+2 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 2നെ ഈ y+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് x ഇൻറ്റു വൈ ഈക്വൽ ടു xy, x ഇൻറ്റു 2 ഈക്വൽ ടു 2x, 2 ഇൻറ്റു y ഈക്വൽ ടു 2y, 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. നെക്സ്റ്റ് വന്നിട്ട് ഈ xy നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇതിൽ 2xലും 2yലും കോമൺ ആയിട്ട് നമുക്ക് 2 ഉണ്ട്. അപ്പോൾ 2 നമ്മളൊന്ന് പുറത്തെടുത്തിട്ട് x+y ബ്രാക്കറ്റിനകത്ത് ഇടാം. നെക്സ്റ്റ് നമ്മൾ +4 താഴോട്ട് അങ്ങനെ തന്നെ ഇടുന്നു. ഇനി നമുക്കറിയാം XY പറയുന്നത് 621 ആണ്.
എക്സ് പ്ലസ് വൈ പറയുന്നത് 50 ആണ്. അതിവിടെ അസൈൻ ചെയ്യാം. ഇപ്പോൾ എക്സ് വൈ പറയുന്നത് 621 ഇട്ടു പ്ലസ് ഈ 2 അതാണ് ഇവിടെ ഇടുന്നത് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താണ് 50 ആണ്. ആ 50 ഇവിടെ ഇട്ടു പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ 725 കിട്ടും. ഇതിനകത്ത് ആദ്യം 2 ഇൻറ്റു 50 ചെയ്യാം. അതെന്താണ് 100 ആണ്. 100 പ്ലസ് 621 എന്താണ് 721 പ്ലസ് 4 725. അങ്ങനെയാണ് ഈ 725 കിട്ടിയിരിക്കുന്നത്. Question. The perimeter of a rectangle is 40 cm and its area is 70 square centimeter. Find the area of the rectangle with each side 3 cm shorter. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 70 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്ത് കിട്ടുന്ന സൈഡിലെ ഏരിയ എന്താണ്? അതായത് ഇപ്പോൾ എക്സ് ആണ് നമ്മുടെ എക്സും വൈയും നമ്മുടെ സൈഡ്സ് എങ്കിൽ എക്സ് മൈനസ് 3 അതുപോലെ വൈ മൈനസ് 3 അത് തരുന്ന സൈഡിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ പറയുമ്പോൾ എന്തുണ്ടാവും? അതിന് ലെങ്ത്തും ഉണ്ടാവും ബ്രെഡ്ത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അതുപോലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, അതുപോലെ ബ്രെഡ്ത്ത് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് നമുക്ക് പെരിമീറ്റർ വരുന്നത്. അപ്പോൾ നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തിന് പകരം നമ്മൾ വന്നിട്ടുണ്ട് എക്സും വൈയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40 ആണ് നമ്മുടെ പെരിമീറ്റർ. അപ്പോൾ ഇതിന് നമുക്ക് എക്സ് പ്ലസ് വൈ മാത്രം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് വരും? 40 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 20. എക്സ് പ്ലസ് വൈ ഈക്വൽ 20. അതായത് ഈ 2നെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 2 വന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ 40 ഡിവൈഡ് ബൈ 2 20. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഏരിയ 70 തന്നിട്ടുണ്ട്. ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ നമ്മളിവിടെ ലെങ്ത്ത് എക്സും ബ്രെഡ്ത്ത് വൈ ആകുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 70 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ എക്സിൽ നിന്നും 3 മൈനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈയിൽ നിന്ന് 3 മൈനസ് ചെയ്തിട്ടുള്ള രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദി റിസൾട്ടിംഗ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 3. ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എക്സ് ആണെന്ന് അറിയാം. അതിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുപോലെ വൈ പറയുന്നത് നമ്മുടെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുന്നു. അതിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു വൈൻ്റെ പകരം നമ്മൾ വരും എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 3 വരും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സിന് വൈ മൈനസ് 3 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x. അതുപോലെ തന്നെ 3നെ വൈ മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 3y മൈനസ് 3 ഇൻറ്റു മൈനസ് 3 പ്ലസ് 9. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് വരിക. അപ്പോൾ മൈനസ് 3 ഇൻറ്റു മൈനസ് 3 പ്ലസ് 9. പിന്നെ അത് എക്സ് വൈ നമ്മൾ അതുപോലെ എഴുതി മൈനസ് 3x മൈനസ് 3yയിൽ കോമൺ ആയിട്ട് നമുക്ക് 3 വരുന്നുണ്ട്. അപ്പോൾ 3നെ പതുക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് എക്സ് മൈനസ് വൈനെ ബ്രാക്കറ്റിലിടാം. അപ്പോൾ ഇവിടെ മൈനസ് വരണം, മൈനസ് 3x മൈനസ് 3y ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൈനസ് 3 ആണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇതെന്തായി? എക്സ് പ്ലസ് വൈ ആവും പ്ലസ് 9. അപ്പോൾ എക്സ് വൈ നമുക്കറിയാം 70, അതുപോലെ എക്സ് പ്ലസ് വൈ നമുക്കറിയാം 20. അപ്പോൾ 70 മൈനസ് 3 ഇൻറ്റു 20 പ്ലസ് 9. അപ്പോൾ 3 ഇൻറ്റു 20 എത്രയാണ്? 60 ആണ്. അപ്പോൾ 70 മൈനസ് 60 എത്രയാണ്? 10. 10 പ്ലസ് 9 19. 19 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ് 3 സെൻറ്റിമീറ്റർ ഷോർട്ടർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ: if the sides of a rectangle are decreased by 1 meter, its area would be 741 square meters. ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡിൽ നിന്നും 1 മീറ്റർ ഡിക്രീസ് ചെയ്താൽ, അതായത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റെക്റ്റാങ്കിളുടെ ഏരിയ പറയുന്നത് 741 സ്ക്വയർ മീറ്റർ ആയിരിക്കും ലഭിക്കുന്നത്.
ഇഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ഇറ്റ് വുഡ് ബി 861 സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ ഒന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ പറയുന്നത് 861 സ്ക്വയർ മീറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ? ആ റെക്റ്റാങ്കിളുടെ ഏരിയ എന്തായിരിക്കും? വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ആ റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എന്തായിരിക്കും? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് യൂണിറ്റ്സ്? അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ആൻസർ, ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും വന്നിട്ട് എക്സ് ആൻഡ് വൈ സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു 741. അതായത് എക്സ് പറയുന്ന ലെങ്ത്താണ്, അതിൽ നിന്ന് -1 ചെയ്തു. അതുപോലെ വൈ -1 ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ പറയുന്നത് 741 എന്നാണ് കിട്ടുന്നത്. നമ്മൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്, അതായത് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഇതിവിടെ പറയുന്നുണ്ട് 1 മീറ്റർ കുറച്ചിട്ടാണ് നമ്മൾ ഏരിയ 741 കിട്ടുന്നത്. ഇപ്പോൾ എക്സ് -1 1 മീറ്റർ കുറയ്ക്കുക പറഞ്ഞാൽ എക്സിൽ നിന്നും 1 കുറയ്ക്കുക, എക്സ് -1. അതുപോലെ വൈയിൽ നിന്നും 1 കുറയ്ക്കുക, വൈ -1. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 741 ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു -1 മൈനസ് എക്സ്, അതുപോലെ -1 ഇൻറ്റു വൈ മൈനസ് വൈ, -1 ഇൻറ്റു -1 +1. അപ്പം നമ്മൾ -എക്സും -y എന്ന് മൈനസ് പുറത്തെടുത്തിട്ട് എക്സ് + y എന്ന് കോമൺ ആക്കി എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു 741 കിട്ടി. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? 1 മീറ്റർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് 861 സ്ക്വയർ മീറ്റർ കിട്ടുന്നു. അപ്പോൾ എക്സ് + 1 ഇൻറ്റു വൈ + 1 ഈക്വൽ ടു ഏരിയ 861. അപ്പോൾ ഇതും ഇതുപോലെ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ വൈ, 1 ഇൻറ്റു 1 1. അതിന് എക്സും വൈയും കോമൺ ആയിട്ട് എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു 861 കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഇതൊരു ഫസ്റ്റ് ഇക്വേഷനായി എടുക്കാം, അതുപോലെ ഇതൊരു ഇക്വേഷനായിട്ട് എടുക്കാം. ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2xy + 2 ഈക്വൽ ടു 1602 എന്ന് വരും. ഈ ഒരു ഇക്വേഷന് 2xy പറയുന്നത് നമുക്ക് 1600 കിട്ടും. അതായത് 2ന് നമ്മൾ ഈ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അതൊന്ന് മൈനസ് ചെയ്തെടുത്തു. ഇതിന്ന് xy ഈക്വൽ ടു 1600 ഡിവൈഡ് ബൈ 2 വരുമ്പോൾ 800 കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഏരിയ 800 കിട്ടി. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും കൂടി മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2x + 2y ഈക്വൽ ടു 120 കിട്ടും. ഇതിൽ നിന്ന് 2 കോമൺ ആയി എടുത്തിട്ട് x + y ഈക്വൽ ടു 120 എടുത്തു. ഇപ്പോൾ x + y ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 60 കിട്ടി. അപ്പോൾ ഇതൊരു ഇക്വേഷൻ 1 ആക്കി എടുക്കാം. അപ്പോൾ പെരിമീറ്റർ പറയേണ്ട ഇക്വേഷൻ പറയുന്നത് 2 ഇൻറ്റു എക്സ് + y ആണ്. അതായത് 2 ഇൻറ്റു എക്സ് + y നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? 60 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 60 ദാറ്റ് ഈക്വൽ ടു 120 ആണ് കിട്ടിയത്. ഇനി നമുക്കിവിടെ ഏരിയ എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 800 സ്ക്വയർ മീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്സ് + y 60 കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എക്സിനെയും വൈനെയും കണ്ടുപിടിക്കാം. നമുക്കറിയാം എക്സ് - y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എക്സ് + y ഹോൾ സ്ക്വയർ - 4xy എന്ന്. അപ്പോൾ ഇതിനകത്ത് എക്സ് + y പറയുന്നത് 60 കിട്ടിയിട്ടുണ്ട്. 60 സ്ക്വയർ -4 ഇൻറ്റു എക്സ് വൈ എന്താണ്? 800 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 60 സ്ക്വയർ എന്താണ്? 3600 മൈനസ് 4 ഇൻറ്റു 8 പറയുന്നത് 32, പിന്നെ 2 0 കൂടെ ആഡ് ചെയ്തു 3200. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും. അപ്പോൾ എക്സ് - y ഹോൾ സ്ക്വയർ പറയുന്നത് നമുക്ക് 400 കിട്ടി. അപ്പോൾ എക്സ് - y എന്തായിരിക്കും? 400ൻ്റെ സ്ക്വയർ റൂട്ട് ദാറ്റ്സ് ഈക്വൽ ടു 20. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഇനി എക്സ് + y ഈക്വൽ ടു 60 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി 3 + 4 ചെയ്യാം. ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x ഈക്വൽ ടു 80 കിട്ടും. നമുക്ക് ഈ 2നെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x ഈക്വൽ ടു 40 കിട്ടും. അത് 80 ഡിവൈഡ് ബൈ 2 ആണ് 40. x ഈക്വൽ ടു 40 കിട്ടി. നെക്സ്റ്റ് 3 - 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2y ഈക്വൽ ടു 40 കിട്ടും. എന്നിട്ട് വൈനെ ഇവിടെ നിർത്തിയിട്ട് 2നെ അപ്പർ സൈഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 40 ഡിവൈഡ് ബൈ 2 ആവും. അപ്പോൾ y ഈക്വൽ ടു 20 കിട്ടും. ക്വസ്റ്റ്യൻ: when each of two numbers are increased by 1, the product becomes 1271. And when each is decreased by 1, the product becomes 1131. What is the product of the numbers? What is their sum? What are the numbers? രണ്ട് നമ്പേഴ്സിനെ ഒന്നുകൊണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പറയുന്നത് 1271 1271. അതേ നമ്പേഴ്സിനെ നമ്മൾ ഒന്നുകൊണ്ട് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പറയുന്നത് 1131. അങ്ങനെയാണെങ്കിൽ
ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ സം എന്താണ്, അതുപോലത്തെ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ആൻസർ, ആ രണ്ട് നമ്പേഴ്സ് പറയുന്നത് എക്സ് ആൻഡ് വൈ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു 1271. അതായത് ഒരു രണ്ട് നമ്പേഴ്സിന് ഇൻക്രീസ്ഡ് ബൈ 1 ചെയ്തപ്പോൾ പ്രൊഡക്റ്റ് 1271 എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തതാണ് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് എക്സ് ഇൻറ്റു വൈ പറയുന്നത് എക്സ് വൈ, എക്സ് ഇൻറ്റു 1 പറയുന്നത് എക്സ്, അതുപോലെ വൈ ഇൻറ്റു 1 പറയുന്നത് വൈ, രണ്ടും കോമൺ ആയി എടുത്തു, പ്ലസ് 1 ഇൻറ്റു 1 പറയുന്നത് 1. അപ്പോൾ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു 1131. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് വെൻ ഈച്ച് നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ദ പ്രോഡക്റ്റ് ബിക്കംസ് 1131. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 1131 കിട്ടി. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഈ 1 പ്ലസ് 2 ചെയ്യുമ്പോൾ നമുക്ക് 2xy പ്ലസ് 2 ഈക്വൽ ടു 2402 ആണ് കിട്ടുന്നത്. അതിൽ നിന്നും 2xy പറയുന്നത് 2400 നമുക്ക് കിട്ടുന്നു. അപ്പോൾ xy പറയുന്നത് 2400 ഡിവൈഡ് ബൈ 2 ചെയ്തു, ദാറ്റ്സ് ഈക്വൽ ടു 1200. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ 1 മൈനസ് 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നത് വന്നിട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 140 ആണ്. അതായത് 2 നമ്മൾ ആ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 കിട്ടും. ഇതാണ് നമ്മുടെ സം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി നമുക്കറിയാം എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്. എക്സ് പ്ലസ് വൈ പറയുന്നത് നമുക്ക് 70 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 70 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ പറയുന്നത് നമുക്കിവിടെ 1200 കിട്ടിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4900 മൈനസ് 4800 കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു 100. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. അത് നമ്മുടെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ 100 കിട്ടിയത്. അപ്പോൾ എക്സ് മൈനസ് വൈ പറയുന്നത് 10 ആണ്. 100ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 വരെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇനി എക്സ് മൈനസ് വൈ പറയുന്നത് 10 നമ്മൾ ഓൾറെഡി ഇവിടെ 2 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഇരുന്നത്. 3 plus 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x ഈക്വൽ ടു 80 കിട്ടും. എക്സ് ഈക്വൽ ടു 40 ആണ് അപ്പോൾ വരുന്നത്. 3 minus 4 എന്നാൽ 2y ഈക്വൽ ടു 60 കിട്ടും. അപ്പോൾ y പറയുന്നത് 60 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 30 കിട്ടും. ക്വസ്റ്റ്യൻ, the product of two odd numbers just after each of two odd numbers is 285 and the product of the odd numbers just before each is 165. What are the numbers? രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ ശേഷമുള്ള രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 285 ആണ്. അതുപോലെ രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ മുമ്പുള്ള രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പറയുന്നത് 165 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ആ രണ്ട് നമ്പേഴ്സ് നമുക്ക് എക്സ് ആൻഡ് വൈ ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഈക്വൽ 285. അതായത് നമ്മൾ ഓഡ് നമ്പേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ അടുത്ത ഓഡ് നമ്പേഴ്സ് പറയുമ്പോൾ പ്ലസ് 2 ആണ് ചെയ്യുക. അതുപോലെ വൈൻ്റെ അടുത്ത ഓഡ് നമ്പേഴ്സ് പറയുമ്പോഴും വൈ പ്ലസ് 2 ആണ് ചെയ്യുക. അങ്ങനെ നമുക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഈക്വൽ ടു 285 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് 4 ഈക്വൽ ടു 285 നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു 165 ആണ്. അതായത് രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ മുമ്പത്തെ ഓഡ് നമ്പേഴ്സാണ് നമുക്ക് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം. എക്സ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 4 ഈക്വൽ ടു 165. അപ്പോൾ എക്സ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഈ 4ന് നമ്മൾ ജസ്റ്റ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് 161 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇപ്പോൾ 1 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2xy ഈക്വൽ ടു 442 കിട്ടും. അതായത് xy ഈക്വൽ ടു 221 കിട്ടും. 1ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4x പ്ലസ് വൈ ഈക്വൽ ടു 120 കിട്ടും. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഈ 4ന് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 30 കിട്ടും. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ്. ഈക്വൽ ടുവിൻ്റെ നെക്സ്റ്റ് അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 120 ഡിവൈഡ് ബൈ 4 അതാണ് 30 കിട്ടിക്കുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്.
അപ്പോൾ എക്സ് പ്ലസ് വൈ പറയുന്നത് നമ്മൾ 30 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ പറയുന്നത് നമ്മൾ 221 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പറയുന്നത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിടുമ്പോൾ 16 കിട്ടും. അപ്പോൾ എക്സ് മൈനസ് വൈ പറയുന്നത് 16ൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് 4. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30 നമുക്ക് അറിയാം. അതുപോലെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 നമുക്കറിയാം. ഇനി 3 + 4 2 ചെയ്യാം, അതായത് ഈ ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2x ഈക്വൽ ടു 34 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എക്സ് പറയുന്നത് 17 നമുക്ക് കിട്ടും. നെക്സ്റ്റ് 3 - 4 നമുക്ക് മൈനസ് ചെയ്യാം. 2y ഈക്വൽ ടു 26 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു y ഈക്വൽ ടു 13 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ: ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 713 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 8. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 and the smaller number decreased by 1? What is the product of the larger number decreased by 1 and the smaller number increased by 1? The question എന്താ പറയുന്നത് വെച്ചാൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പറയുന്നത് 713 ആണ്. അതേ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് പറയുന്നത് നമ്മൾ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ലാർജർ നമ്പറിനെ 1 കൊണ്ട് ഇൻക്രീസ് ചെയ്യാം, അതുപോലത്തെ ഇതിലുള്ള സ്മോളർ നമ്പറിനെ 1 കൊണ്ട് ഡിക്രീസ് ചെയ്താലും ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിലുള്ള ലാർജർ നമ്പറിൽ 1 ഡിക്രീസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതുപോലെ തന്നെ സ്മോളർ നമ്പർ 1 ഇൻക്രീസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ടെന്ന് കരുതുക. അത് എക്സും വൈയും ആയിട്ട് എടുക്കുന്നു. അതിൽ എക്സ് ആണ് നമ്മുടെ ലാർജർ നമ്പർ എന്ന് കരുതുക. അതുപോലെ വൈ പറയുന്നത് സ്മോളർ നമ്പർ എന്ന് കരുതുക. അപ്പോൾ ഈ എക്സിൻ്റെയും വൈൻ്റെയും പ്രൊഡക്റ്റ് പറയുന്നത് നമുക്ക് 713 തന്നിട്ടുണ്ട്. അതുപോലെ എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറൻസ് പറയുന്നത് നമുക്ക് 8 തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? ലാർജർ നമ്പറിനെ 1 കൊണ്ട് ഇൻക്രീസ് ചെയ്യാം. അതായത് ലാർജർ നമ്പർ ഇവിടെ എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സിലൂടെ നമ്മൾ +1 ആഡ് ചെയ്തു. അതുപോലെ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 പറഞ്ഞു. സ്മോൾ നമ്പർ നമ്മൾ വൈ ആക്കി എടുത്തോ, വൈന് 1 കൊണ്ട് ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1. അപ്പോൾ ഇത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് വൈ, എക്സ് ഇൻറ്റു -1 ഈക്വൽ ടു -x. അതുപോലെ 1 ഇൻറ്റു വൈ ഈക്വൽ ടു വൈ, 1 ഇൻറ്റു -1 ഈക്വൽ ടു -1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസും പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ നെഗറ്റീവാണ് വരിക. അപ്പോൾ ഇതിൽ നിന്നും എക്സ് വൈ അങ്ങനെ തന്നെ എഴുതാം. അതുപോലെ ഈ ഒരു എക്സ് പ്ലസ് വൈനകത്ത് നമ്മൾ മൈനസ് സൈനാണ് പുറത്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് സൈനെ പുറത്തെടുത്തു. അപ്പോൾ ഇത് -x പോയിട്ട് +x ആവും. അതുപോലെ +y പോയിട്ട് -y ആവും. പിന്നെ ഈ -1 നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ് വൈൻ്റെ വാല്യൂ അറിയാം 713. അതുപോലെ എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ അറിയാം 8. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിനകത്ത് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് 713 മൈനസ് എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ എന്താ? 8 -1. 713 -8ഉം -1 പറയുന്നത് -9 ആവും. അത് സെയിം സിമ്പിൾ ആവുമ്പോൾ അതിനെ ആഡ് ചെയ്തിട്ട് ആ സൈൻ ഇടാം. അപ്പോൾ -8 -1 പറയുമ്പോൾ -9 ആവും. 713 -9 എന്താണ്? 704. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പ്രൊഡക്റ്റ് പറയുന്നത് 704 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആണ്. നമ്മുടെ ലാർജർ നമ്പർ എന്താണ്? എക്സ്. എക്സിൽ നിന്ന് എന്ത് ചെയ്യണം? -1 ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്മോളസ്റ്റ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. സ്മോളസ്റ്റ് നമ്പറിനെ 1 കൊണ്ട് ഇൻക്രീസ് ചെയ്യണം. അതാണ് നമ്മൾ y + 1 എഴുതിയിരിക്കണം. ഇനി ഇതിന് രണ്ടിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, -1 ഇൻറ്റു വൈ മൈനസ് വൈ, -1 ഇൻറ്റു +1 -1. അപ്പോൾ എക്സ് വൈ ഇവിടെ എഴുതി. പിന്നെ നമ്മൾ പ്ലസ് പുറത്തെടുത്തു, എക്സ് മൈനസ് വൈന് ബ്രാക്കറ്റിനകത്തിട്ടു, -1 ചെയ്തു. അപ്പോൾ എക്സ് വൈ നമുക്കറിയാം 713 ആണ്, എക്സ് മൈനസ് വൈ 8 ആണ്.
713 പ്ലസ് 8 മൈനസ് 1. ഇപ്പോൾ പ്ലസ് 8ഉം മൈനസ് 1 പറയുന്നത് മൈനസ് 7ഉം. അത് പ്ലസ് 8ഉം മൈനസ് 1ഉം. അതിന് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാം. അപ്പോൾ പ്ലസ് 8 മൈനസ് 1 പറയുമ്പോൾ 7. ഒരു വലിയ നമ്പറുടെ സൈനാണ് ഉള്ളത്. അപ്പോൾ 7 പറയുന്നത് ഇതിനകത്ത് വലിയ നമ്പർ 8 ആണ്. അപ്പോൾ 8ൻ്റെ സൈൻ പ്ലസ്, അതാണ് ഇവിടെ പ്ലസ് 7 ആയത്. 713 പ്ലസ് 7 ഈക്വൽ ടു 720. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. Question: the product of two numbers is 5 more than the product of larger of the numbers increased by 1 and the smaller decreased by 1. How much is the increase in the product if the larger is decreased by 1 and the smaller increased by 1? ക്വസ്റ്റിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിലത്തെ ലാർജർ നമ്പറിനെ ഒന്നുകൊണ്ട് ഇൻക്രീസ് ചെയ്ത് കിട്ടുന്ന വാല്യൂയും അതിലത്തെ സ്മോളർ നമ്പറിനെ ഒന്നുകൊണ്ട് ഡിക്രീസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനേക്കാളും 5 കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പറിനെ ഒന്നുകൊണ്ട് ഡിക്രീസ് ചെയ്തും, അതായത് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് 1 ചെയ്യാം. അതുപോലെ സ്മോളർ നമ്പറിനെ ഒന്നുകൊണ്ട് ഇൻക്രീസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റിനേക്കാളും എത്ര ഡിഫറൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ആൻസർ വിശദീകരിച്ച് ചെയ്താൽ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതായത് എക്സും വൈ. അല്ല, എക്സിന് നമ്മൾ ലാർജറായി എടുക്കുന്നു, വൈനെ സ്മോളറായി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ പറയുന്നത്, അത് രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിലത്തെ വലിയ നമ്പറിനേക്കാളും വലിയ നമ്പർ ഒന്നുകൊണ്ട് ഇൻക്രീസ് ചെയ്ത്, അതുപോലെ അതിനകത്തുള്ള ചെറിയ നമ്പർ ഒന്നുകൊണ്ട് ഡിക്രീസ് ചെയ്തിട്ടുള്ളതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും പ്ലസ് 5 ആണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് പറയുന്നത് ലാർജർ നമ്പറിൽ കൂടെ 1 ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ സ്മോളർ നമ്പറിൽ കൂടെ 1 ഡിക്രീസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാളും 5 കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്കൊന്നും കൂടി ഡിവൈഡ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അതായത് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് 5 ആണ്. അപ്പോൾ ഈ 5നെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താവും, എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു ഈ പ്ലസ് 5 ഈക്വൽ ടുവിൻ്റെ ആ സൈഡിൽ പോകുമ്പോൾ മൈനസ് 5 ആവും. അപ്പോൾ എക്സ് വൈ മൈനസ് 5 ആവും. നെക്സ്റ്റ് ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, 1 ഇൻറ്റു വൈ പ്ലസ് വൈ, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. ഇനി ഇതിനെ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 അവിടെ നിർത്തിയിട്ട് ഈ എക്സ് വൈനെ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ പ്ലസ് എക്സ് വൈ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് വൈ ആവും. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് വൈ എന്താവും, 0 ആണ്. പിന്നെ അവിടെ ബാലൻസ് ഉള്ളത് മൈനസ് 5 ആണ്. ആ മൈനസ് 5 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഈ എക്സ് വൈ പ്ലസ് എക്സ് വൈനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് എക്സ് വൈ ആവും. അപ്പോൾ ഈ എക്സ് വൈയും ആ മൈനസ് എക്സ് വൈയും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് മൈനസ് 5 മാത്രമാണ് ബാലൻസ് വരാം. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. വൈ മൈനസ് എക്സ്, അതായത് നമ്മൾ വൈനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു, മൈനസ് എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, അത് ജസ്റ്റ് അത്രേ ചെയ്തിട്ടുള്ളൂ. വൈ മൈനസ് എക്സ് ഈക്വൽ ടു ഈ മൈനസ് 1 നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരണം. അത് മൈനസ് വൈ പ്ലസ് 1 ആവും. മൈനസ് 1 ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ പ്ലസ് 1 ആവും. അതായത് വൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് 1 പറയുമ്പോൾ എന്താണ്, വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക. അത് എത്രയാണ്, 4. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വലിയ നമ്പർ ഏതാണ്, 5 ആണ്. അതിൻ്റെ സൈന് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് -4 ആയി. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആക്കി നമുക്ക് അവിടെ വെക്കാം. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ലാർജർ നമ്പറിൽ നിന്നും 1 ഡിക്രീസ് ചെയ്യാം. അത് ലാർജർ നമ്പർ എന്താണ്, എക്സ് മൈനസ് 1 ചെയ്തു. അതുപോലെ സ്മോളർ നമ്പറിൽ നിന്നും 1 ആഡ് ചെയ്യാം, അതായത് വൈ പ്ലസ് 1 ചെയ്തു. ഇനി ഇതിന് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ, മൈനസ് 1 ഇൻറ്റു പ്ലസ് 1 മൈനസ് 1 ആവും. ഇപ്പോൾ ഈ എക്സ് വൈ നമ്മൾ അങ്ങനെ തന്നെ നിർത്തി. ഈ എക്സ് മൈനസ് വൈ എന്ന് ഞാൻ മൈനസ് പുറത്തെടുക്കണം. അപ്പോൾ വൈ വന്നിട്ട് പോസിറ്റീവ് ആവും, അത് എക്സ് പറയുന്നത് മൈനസ് ആവും. അപ്പോൾ വൈ മൈനസ് എക്സ് എന്ന് ജസ്റ്റ് തിരിച്ചെഴുതി -1.
ഇതിനകത്ത് നമുക്ക് എക്സ് വൈ അങ്ങനെ തന്നെ എഴുതാം. y മൈനസ് എക്സ് പറയുന്നത് നമ്മളിവിടെ നേരത്തെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ -4 എന്നുണ്ട്. ആ -4 ഇവിടെ ഇട്ടു. -1 അതുപോലെ തന്നെ കിട്ടും. ഇനി എക്സ് വൈ -4 പറയുന്നത് എന്താ, +4 ആണ്. അതുപോലെ ഈ -1 അതുപോലെ തന്നെ എഴുതി. ഇനി എക്സ് വൈ +4 -1 പറയുമ്പോൾ എന്തായിരിക്കും, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അത് 4 - 1 3, എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ എഴുതാം, അതായത് +3. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ +3. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ എക്സ് -1 ഇൻറ്റു വൈ +1ൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈൻ്റെ പ്രൊഡക്റ്റിനെക്കാളും 3 കൂടുതലാണ്, 3 ഗ്രേറ്റർ ആണ്. Question: The product of larger of two numbers increased by 1 and the smaller decreased by 1 is 540. അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിലൊന്ന് ലാർജർ ആണ്, ഒന്ന് സ്മോളർ ആണ്. ലാർജറിൽ വന്നിട്ട് 1 കൊണ്ട് ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ സ്മോളറിൽ വന്നിട്ട് 1 കൊണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 540 ആണ്. The product of larger decreased by 1 and the smaller increased by 1 is 560. നെക്സ്റ്റ് പറയുന്നത് ആ നമ്പറിൽ വലിയ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്തിട്ടും ചെറിയ നമ്പറിൽ നിന്നും 1 ഇൻക്രീസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് പറയുന്നത് 560 ആണ്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് തംസെൽവ്സ്? അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്താണ്? വാട്ട് ആർ ദ നമ്പേഴ്സ്? ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. എക്സ് +1 ഇൻറ്റു വൈ -1 ഈക്വൽ ടു 540. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് x+1 ഇൻറ്റു വൈ -1 എന്ന് 540 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് x5 + y - x -1 ഈക്വൽ ടു 540 കിട്ടും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് x-1 ഇൻറ്റു വൈ +1 ഈക്വൽ ടു 560. അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതിനകത്ത് നിന്ന് xy - y ഈക്വൽ ടു x -1 ഈക്വൽ ടു 540 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2xy - 2 ഈക്വൽ ടു 1100 ആണ് കിട്ടുന്നത്. ഇനി 2xy നമുക്ക് 2xyനെ ഇപ്പുറത്തോളം വന്നിട്ട് 2ന് നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ 1102 കിട്ടും. അതായത് xy ഈക്വൽ ടു ഈ 2 പറയുന്നത് 1102 ഡിവൈഡ് ബൈ 2 ചെയ്തതിനാൽ 551 ചെയ്യും. അത് നമ്മുടെ പ്രൊഡക്റ്റാണ്. എക്സും വൈയും പറയുന്നത് രണ്ട് സൈഡാണ്, അതിൻ്റെ പ്രൊഡക്റ്റാണ് 551 കിട്ടുന്നത്. നെക്സ്റ്റ് 2 - 1 ചെയ്തതിനാൽ 2x - 2y - 0 ഈക്വൽ ടു 20 കിട്ടും. അതായത് 2 ഇൻറ്റു x - y ഈക്വൽ ടു 20 കിട്ടും. ഇപ്പോൾ x - y പറയുന്നത് 2 നമ്മൾ ഈ ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ 20 ഡിവൈഡ് ബൈ 2 ആണ്, അപ്പോൾ 10 കിട്ടും. ഇതാണ് നമ്മുടെ ഡിഫറൻസ്. നമുക്കറിയാം x + y ഹോൾ സ്ക്വയർ ഈക്വൽ ടു x - y ഹോൾ സ്ക്വയർ + 4xy ആണ്. ഇപ്പോൾ x - y നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 10, അതുപോലെ xy 551 കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇതിനകത്തൊന്ന് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ x + y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10² + 4 ഇൻറ്റു 551. ഇപ്പോൾ x + y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10² പറയുന്നത് 100 + 4 ഇൻറ്റു 551 പറയുന്നത് 2204. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2304 കിട്ടും. പിന്നെ x + y ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? 48 കണ്ടുപിടിച്ചു. അതായത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു 48. അത് ഇക്വേഷൻ 2 ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ x - y ഈക്വൽ ടു 10 പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. ഇനി 4 + 3 ഈ ഒരു ഇക്വേഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x ഈക്വൽ ടു 58 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് x ഈക്വൽ ടു നമുക്ക് 29 കണ്ടുപിടിക്കാം. അതായത് 58 ഡിവൈഡ് ബൈ 2. അപ്പോൾ നെക്സ്റ്റ് 4 - 3. അപ്പോൾ നമുക്ക് കിട്ടും 2y ഈക്വൽ ടു 38. അപ്പോൾ വൈൻ്റെ വാല്യൂ 19 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 29ഉം വൈൻ്റെ വാല്യൂ 19 ആയിട്ട് കണ്ടുപിടിച്ചു. Question: If the length of a rectangle is increased by 3 meters and the breadth decreased by 2 meters, its area would decrease by 10 square meters. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3 മീറ്റർ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ബ്രെഡ്ത്ത് വന്നിട്ട് 2 മീറ്ററും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ വന്നിട്ട് 10 സ്ക്വയർ മീറ്റർ ഡിക്രീസ് ആവും. If the length is decreased by 2 meters and the breadth is increased by 3 meters, the area would increase by 30 square meters. പിന്നീട് അതിൻ്റെ ലെങ്ത്ത് 2 മീറ്റേഴ്സ് കുറയ്ക്കുകയും അതിൻ്റെ ബ്രെഡ്ത്ത് 3 മീറ്റർ കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ വന്നിട്ട് 30 സ്ക്വയർ മീറ്റർ കൂടും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ.
ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും വൈയും ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടും എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10. അപ്പോൾ എക്സ് വൈ പ്ലസ് 3y മൈനസ് 2x മൈനസ് 6 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10 കിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തതിന് മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു മൈനസ് 4 കിട്ടും. അത് ഇക്വേഷൻ 1 ആയിട്ട് അവിടെ വയ്ക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എക്സ് മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 3 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 30 കിട്ടും. അപ്പോൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ മൈനസ് 2y പ്ലസ് 3x മൈനസ് 6 ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 30. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3x മൈനസ് 2y ഈക്വൽ ടു 36 കിട്ടും. അത് ഇക്വേഷൻ 2 ആയിട്ട് വയ്ക്കാം. ഇനി 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് 32 കിട്ടും. അതുപോലെ 2ന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5x മൈനസ് 5y ഈക്വൽ ടു 40 കിട്ടും. അതായത് 5 ഇവിടെ കോമൺ ആയത് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40 കിട്ടും. അപ്പോൾ എക്സ് മൈനസ് വൈ പറയുന്നത് 8 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ പറയുന്നത് നമുക്ക് 32 കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്സ് മൈനസ് വൈ പറയുന്നത് 8 കിട്ടിയിട്ടുണ്ട്. ഇനി 3ഉം 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x ഈക്വൽ ടു 40 കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 2 20. എക്സിൻ്റെ വാല്യൂ നമുക്ക് 20 കിട്ടും. നെക്സ്റ്റ് 3ന്ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2y ഈക്വൽ ടു 24 കിട്ടും. അതായത് y ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 2 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 12. അപ്പം നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇവിടെ കണ്ടിരിക്കുന്നു. എക്സ് പറയുന്നത് 20യും y പറയുന്നത് 12. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.